എല്ലാവർക്കും മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു അരിത്തമരി സീക്വൻസിന്റെ അഥവാ ഒരു സമാന്തര ശ്രേണിയുടെ പദമാണോ ഒരു സംഖ്യ എന്നുള്ള പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ. അതായത് 101 is a term of the sequence. Check whether 101 is a term of the sequence. 101 ഈ സമാന്തര ശ്രേണിയുടെ പദമാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായത് അല്ലേ. ഇനി നമ്മൾക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സ്, എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണമുണ്ട് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണമുണ്ട്? നമുക്കറിയാം 3 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 100ൽ നിന്നാണ് അല്ലേ, ശരിയല്ലേ? 100ൽ നിന്നാണ്. അത് എൻഡ് ചെയ്യുന്നത് 999ലാണ് അല്ലേ. ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 999, അത്രയും നമ്പേഴ്സ് ഉണ്ട് എന്നായിരിക്കും അല്ലേ. പക്ഷെ അത് റോങ് ആണ്, തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റ് എന്ന് പറയാൻ കാരണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 മുതലാണ് അല്ലേ. 100 to 999 എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3 ഡിജിറ്റ് നമ്പേഴ്സ് അങ്ങനെയാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് 100, എൻഡ് ചെയ്യുന്നത് 999. ഇതാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇവിടെ എത്ര എണ്ണമുണ്ട് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ഇത് പറയാം. എങ്ങനെയാ? 1 മുതൽ 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 999 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 to എങ്ങനെ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 1 to 99 എന്ന് പറയുന്ന 1 to 99 എന്ന് പറയുന്ന 99 ആണ്. അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്ര നമ്പേഴ്സ് ആണ്? 900 നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇനിയും പല ആളുകൾക്കും ഇതൊരു സംശയമായിട്ട് വരും അല്ലേ, എത്ര എണ്ണമുണ്ട് എന്നുള്ളൊരു സംശയം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സമാന്തര ശ്രേണി പറയുകയാണ്, 10, 12, 14 എക്സെട്ര. ലാസ്റ്റ് വൺ ആയിട്ട് ഞാൻ പറയാണ് 40 അല്ലെങ്കിൽ 80. ലാസ്റ്റ് വൺ ആയിട്ട് അവസാനത്തായിട്ട് ഞാൻ 80 എന്ന് പറയുന്നു. ഇതിൽ എത്ര പദങ്ങളുണ്ട്, എത്ര ടേംസ് ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, ഇതിൽ എത്ര പദം ഉണ്ട്, ഇതിൽ എങ്ങനെയാണ് ഇപ്പം ചെക്ക് ചെയ്യുക? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. പദങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ എന്നാണ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് അല്ലെ. പദങ്ങളുടെ എണ്ണത്തെ നമ്മൾ n എന്നല്ലേ പറയാം. അപ്പൊ ആ n കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം മൈനസ് ചെയ്ത് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് 1 നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഉത്തരം കിട്ടും? പദങ്ങളുടെ എണ്ണം കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂത്രവാക്യം എന്ന് പറയുന്നത് അല്ലെ. ഈ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം എന്നുള്ള പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് 3 ഡിജിറ്റ്സ് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്പർ ഓഫ് 3 ഡിജിറ്റ്സ്, അതായത് മൂന്നക്ക സംഖ്യകളുടെ എണ്ണം. മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. മൂന്നക്ക സംഖ്യകൾ ഏതാ? സ്റ്റാർട്ട് ചെയ്യുന്നത് 100 അല്ലേ, അവസാനിക്കുന്നത് ഏതാണ്? 999 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n equal to xn minus x1 by d plus 1. ഇവിടെ എഫ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, അതൊന്നും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദെൻ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്? 999 അല്ലേ, മൈനസ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം 100 അല്ലേ, ബൈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 കഴിഞ്ഞ അടുത്ത നമ്പർ പറയുന്നത് 101 അല്ലേ. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. 1 plus 1 ഓക്കെ ഈക്വൽ ടു 999 മൈനസ് 100 എന്ന് പറയുമ്പോൾ 9 മൈനസ് എന്ന് പറയുമ്പോൾ എത്ര വരിക? 899 അല്ലേ, ബൈ 1 plus 1 എന്ന് പറയും അല്ലേ. ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? 899 by 1 എന്ന് പറഞ്ഞാൽ അതിനല്ല ആൻസർ വരും അല്ലേ. പ്ലസ് ലാസ്റ്റ് ഒരു 1 ഉണ്ട് അല്ലേ, ഈക്വൽ ടു ആൻസർ എന്താ വരിക? 900. അപ്പൊ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? നമ്പർ ഓഫ് 3 ഡിജിറ്റ് എത്രയാണ്? 900 എന്ന് പറഞ്ഞു. കിട്ടിയോ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ടേംസ് അല്ലേ. അരിത്തമെറ്റിക് സീക്വൻസിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് ഏതായിക്കോട്ടെ
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂത്രവാക്യം എന്ന് പറയുന്നത് അല്ലെ. ഈ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം എന്നുള്ള പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് 3 ഡിജിറ്റ്സ് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്പർ ഓഫ് 3 ഡിജിറ്റ്സ്, അതായത് മൂന്നക്ക സംഖ്യകളുടെ എണ്ണം. മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. മൂന്നക്ക സംഖ്യകൾ ഏതാ? സ്റ്റാർട്ട് ചെയ്യുന്നത് 100 അല്ലേ, അവസാനിക്കുന്നത് ഏതാണ്? 999 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n = xn - x1 / d + 1. ഇവിടെ എഫ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, അതൊന്നും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദെൻ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്? 999 അല്ലേ, മൈനസ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം 100 അല്ലേ, ബൈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 കഴിഞ്ഞ അടുത്ത നമ്പർ പറയുന്നത് 101 അല്ലേ, അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. 1 + 1 ഓക്കെ ഈക്വൽ ടു 999 മൈനസ് 100 എന്ന് പറയുമ്പോൾ 9 മൈനസ് എന്ന് പറയുമ്പോൾ എത്ര വരിക? 899 അല്ലേ, ബൈ 1 + 1 എന്ന് പറയും അല്ലേ. ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? 899 ബൈ 1 എന്ന് പറഞ്ഞാൽ അതിനല്ലേ ആൻസർ വരും അല്ലേ, പ്ലസ് ലാസ്റ്റ് ഒരു 1 ഉണ്ട് അല്ലേ, ഈക്വൽ ടു ആൻസർ എന്താ വരിക? 900. അപ്പൊ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? നമ്പർ ഓഫ് 3 ഡിജിറ്റ് എത്രയാണ്? 900 എന്ന് പറഞ്ഞു. കിട്ടിയോ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു കണ്ടീഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഓക്കെ ആണ് പറയുന്നത്, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ there leaving remainder 3 on division by 7. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ? 7 കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം കിട്ടുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എത്ര മൂന്നക്ക സംഖ്യകൾ അല്ലെങ്കിൽ ഹൗ മെനി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് n = xn - x1 / d + 1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന് എക്സ് n എന്ന് പറയുമ്പോൾ അവസാനത്തത് വേണം, അതുപോലെ തന്നെ എന്തും വേണം? ആദ്യത്തതും വേണം അല്ലെ. ഈ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അല്ല മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന മൂന്നക്ക സംഖ്യ എവിടുന്നാ തുടങ്ങുന്നേ? അത് 100-ൽ നിന്നാണ് നമുക്ക് അറിയുന്ന മൂന്നക്ക സംഖ്യ തുടങ്ങുന്നത്. അവസാനിക്കുന്ന മൂന്നക്ക സംഖ്യയോ 999-ലാണ് അവസാനിക്കുന്നത് എന്ന് വിചാരിച്ച് ഇതിനെ x1-ഉം ഇതിനെ xn-ഉം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത ആൻസർ ആയിക്കാരം ചിലപ്പോൾ കിട്ടുക. ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിക്കോണമെന്നില്ല. അപ്പോ എങ്ങനെ നമ്മൾ ചെയ്യും? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 3 ശിഷ്ടം കിട്ടണം. അങ്ങനെയുള്ള എന്ത് നമ്പേഴ്സ് വേണം? മൂന്നക്ക സംഖ്യകൾ വേണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അറിയുന്നത് ഏതാണ്? അറിയുന്ന മൂന്നക്ക സംഖ്യകൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 100 to 999 ആണ്. ശരിയല്ലേ? ഇതില് നമ്മളോട് എന്താ പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ? എന്താ? 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത്, അതായത് റിമൈൻഡർ എന്ന് എന്ത് കിട്ടണം? 3 കിട്ടണം എന്നാണ് പറഞ്ഞത്. ശിഷ്ടം എന്താവണം? 3 ആവണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 100 എടുക്കാൻ കഴിയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ? അതെങ്ങനെയാ ചെക്ക് ചെയ്യുക? 100-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ശിഷ്ടം കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യ പദമായിട്ട് x1 ആയിട്ട് നമുക്ക് 100-നെ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ലാസ്റ്റത്തെ 3 ഡിജിറ്റ് നമ്പേഴ്സ് മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മളിപ്പോ ഈ പറയുന്ന സമാന്തര ശ്രേണിയിൽ അരിത്തമര് സീക്വൻസിൽ പെടുന്നുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ആ നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ
3 ശിഷ്ടം കിട്ടുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ വേറെ നമ്പർ നമ്മൾ കണ്ടെത്തണം. അതല്ല എന്നായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ 100നെ, നമുക്ക് അറിയുന്നത് 100 അല്ലേ, ആ 100നെ 7 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക അല്ലേ. ഇപ്പൊ 10ല് ഒരു പ്രാവശ്യം 7 ശിഷ്ടം 3, പിന്നെ 0 ഇറക്കിലാണ്, 0 ഇറക്കിട്ട് 30ലോ 4 28 ശിഷ്ടം എത്ര വരുന്നേ? 2 അല്ലേ. ശിഷ്ടം 2 ആണ് വന്നത്. നമുക്ക് എത്ര ശിഷ്ടം വേണ്ടത്? 3 ആണ് നമുക്ക് ശിഷ്ടം വേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ 3 ശിഷ്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ 1 കൂടുതലായിട്ട് വരിക അല്ലെ. 1 കൂടുതലായിട്ട് വരിക. ഇവിടെ 1 കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 കൂടുതലായാ പോരെ അല്ലേ. അപ്പൊ എങ്ങനെയാ? x1 എന്ന് പറയുന്നത് 100 പ്ലസ് 1. ആൻസർ എത്ര വരിക? 101 എന്ന് പറയുന്ന ആൻസർ വരിക. ഇനി എന്ത് ചെയ്യണം? ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? xn കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അറിയുന്ന അവസാനത്തെ നമ്പർ ആയിട്ടുള്ള ഈ നമ്പറിനെ 7 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അല്ലേ. 1 7 2 ആണ്, 29 4 28. ബാക്കി ഇവിടെ വരുന്നത് എത്രയാണ്? 1. ഇവിടെ ഒരു 9 ഉണ്ട്. 19 എത്ര? 7 ഉണ്ട്, 2 ഉണ്ട് അല്ലേ. എത്രയാണ്? 14. ബാക്കി ശിഷ്ടം 5. അപ്പൊ നമുക്ക് ശിഷ്ടം 5 ആണ് കിട്ടേണ്ടത്. ശിഷ്ടം എന്ത് കിട്ടണം എന്നാ പറഞ്ഞേ? 3 മതി നമുക്ക്. ഇപ്പോ 5ൽ നിന്ന് 2 പോകുമ്പോഴാണല്ലോ നമുക്ക് 3 ശിഷ്ടം കിട്ടുന്നത് അല്ലേ. അപ്പൊ ഇവിടെ 2 കുറച്ചാൽ മതി. അപ്പൊ എന്താ? 999 മൈനസ് 2 ഈക്വൽ ടു 997 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? x1 കിട്ടി, xn കിട്ടി, ആദ്യ പദവും അവസാനത്തെ പദവും കിട്ടി. ഇനി ഇതിൽ എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ 997 എന്ന് പറയുന്ന അവസാനത്തെ പദം എത്രാമത്തെയാണ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇവിടെ 7 കൊണ്ടാണ് ഹരിക്കുന്നത് അല്ലേ. 7 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ നമ്മുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്താണ്? 7 ആണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1 അല്ലേ. xn എത്രയാണ്? 997 മൈനസ് x1 101 അല്ലേ. 101 ബൈ ഡി എന്ന് പറയുന്ന പൊതുവ്യത്യാസം 7 പ്ലസ് 1 അല്ലേ. മൈനസ് ചെയ്യല്ലോ നമുക്ക്. 997 101 മൈനസ് ചെയ്തേ. 7 1 മൈനസ് ചെയ്താൽ എത്രയാണ്? ഇവിടെ എഴുതാം. 7 1 മൈനസ് ചെയ്താൽ 6. 9 0 മൈനസ് ചെയ്താൽ 9. 9 1 മൈനസ് ചെയ്ത് 8 അല്ലേ. ബൈ 7 പ്ലസ് 1. 896നെ 7 കൊണ്ട് ഹരിച്ചാൽ 128 പ്ലസ് 1 ഉത്തരം 129. ഇതാണ് ഇതിലെ എന്ത് എന്ന് പറയുന്നത്? 129. ഇങ്ങനെ പറഞ്ഞാല് 997 എന്ന് പറയുന്ന ഇതിലെ അവസാനത്തെ നമ്പർ എത്രാമത്തെ നമ്പറാണ്? n എത്ര കിട്ടിയത്? 129 അല്ലേ. n 129 ആണെങ്കിൽ x 129 ആണ് എന്തെന്ന് പറയുന്നത്? 997 എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര നമ്പർ ഉണ്ട്? 129 നമ്പർ ഉണ്ട് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇതില് ഇപ്പൊ എന്താ പറഞ്ഞത്? നമ്മള് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ 900 3 അക്ക സംഖ്യകളാണ് അല്ലെ. 900 ആയിരുന്നു. ഇവിടെ എന്താ പറഞ്ഞേ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര എണ്ണമാണുള്ളത്? 129 ആണ്. ഇനി ഒരു എളുപ്പം കാരണം നിങ്ങൾക്ക്, നിങ്ങൾ ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു നമ്പർ കിട്ടില്ല, 142 മുകളില് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ എത്രയാണ്? 14 കിട്ടി. അതൊന്ന് മൈനസ് ചെയ്ത് നോക്കൂ. 142 മൈനസ് 14 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? ഇവിടെ 12 4 കുറച്ചാൽ 8. ഇവിടെ 3 അല്ലെ. 3 1 കുറച്ചാൽ 2 അല്ലെ. ബാക്കി അവിടെ 1. 128 അല്ലേ. ആ നമ്പർ കൂടെ 1 കൂട്ടി നോക്കൂ. 129 അല്ലേ. അപ്പൊ ആ നമ്പർ കിട്ടിയില്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ഇതിന്റെ ഉത്തരം ശരിയാണോ എന്ന്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ. ഹൗ മെനി 3 ഡിജിറ്റ് numbers are there leaving remainder 2 on division by 4. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം കിട്ടുന്ന
എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ഇതേപോലെ തന്നെ മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 മുതൽ 999 വരെ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ 100നെ നമ്മള് ഹരിക്കേണ്ട നമ്പർ 4 അല്ലേ, അതുകൊണ്ട് ഹരിച്ചു നോക്കുക അല്ലെ. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ കറക്റ്റ് ആയിട്ട് പോവല്ലോ. 25 പ്രാവശ്യം 100. ശിഷ്ടം എന്ന് പറയുന്നത് 0 അല്ലേ. അപ്പൊ ശിഷ്ടം 0 കിട്ടിയത്. നമുക്ക് എത്ര വേണ്ടത്? ശിഷ്ടം 2 അല്ലേ. അപ്പൊ ഇവിടെ ശിഷ്ടം 2 കിട്ടണമെങ്കിൽ 2 കൂട്ടണം അല്ലെ. അപ്പൊ ഇവിടെ 2 കൂട്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ 2 കൂട്ടണം. അപ്പൊ x1 എന്ന് പറയുന്നത് 100 + 2 ഉത്തരം 102. ഓക്കെ, അപ്പൊ അതിൽ x1 എന്ന് പറയുന്നത് എത്രയാണ്? 102 ആണ് അല്ലെ. ഇനിയോ നമുക്ക് xn കണ്ടുപിടിക്കണം അല്ലെ. xn കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 999നെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എങ്ങനെയാ? ഓരോന്ന് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ 2 ടൈംസ് അല്ലെ. 8 1 9 ഇറക്കിയിടുമ്പോ 90 എത്രയാണ്? 4 ടൈംസ് അല്ലെ. 4 × 4 60. ഇവിടെ 3 9 ഇറക്കിയിട്ടു. 39 9 × 4 എന്ന് പറയുന്നത് 36 അല്ലെ. ഇവിടെ എത്ര വരുന്നത്? 3 ആണ് എന്ത് നമ്മുടെ ശിഷ്ടം വരുന്നത് അല്ലെ. നമുക്ക് എത്ര വേണ്ടത്? 2 അല്ലേ ശിഷ്ടം വേണ്ടത് അല്ലെ. 2. അപ്പോ ഈ 3 നമ്മൾ എന്ത് ചെയ്യണം? 1 ഒഴിവാക്കണം അല്ലെ. 3 1 ഒഴിവാക്കി കഴിഞ്ഞാൽ 2 ആയില്ലേ. ഇവിടെ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒഴിവാക്കും അല്ലെ. അപ്പൊ എത്ര? 999 നിന്ന് 1 നമ്മൾ ഒഴിവാക്കണം. അപ്പൊ എത്ര വരിക? 998 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x1 കിട്ടി, അതുപോലെ എന്ത് കിട്ടി? xn കിട്ടി അല്ലെ. ഇനിയോ n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാന് xn - x1 / d + 1 = xn എന്ന് പറയുന്നത് 998 - x1 102 അല്ലെ ബൈ d എന്ന് പറഞ്ഞാൽ എത്ര? 4 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 4 അല്ലെ + 1 മൈനസ് ചെയ്യാം. 8 ന്ന് 2 6 മൈനസ് 9 ന്ന് 0 9 9 ന്ന് 1 8 അല്ലെ ബൈ 4 + 1 എന്ന് പറയും. ഇതിനെ ഡിവൈഡ് ചെയ്താൽ എത്ര വരുന്നത്? 224 അല്ലെ പ്ലസ് 1. ഇപ്പൊ ആൻസർ എത്ര വരുന്നത്? 225 എന്ന് പറയുന്നത് അല്ലെ. 8 ൽ 4 2 പ്രാവശ്യം, 9 ൽ 4 2 പ്രാവശ്യം, ബാക്കി 1 ഉണ്ടാവും. 16 ൽ 4 അല്ലെ. ഇപ്പൊ 224 + 1 = 225 എന്ന് പറയുന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ്. പദങ്ങളുടെ എണ്ണം കാണുക എന്നുള്ള ഒരു ചോദ്യം കേട്ടോ. ഞാനിവിടെ ഒരു സമാന്തര ശ്രേണി എഴുതാൻ പോവാണ്. അരിത്തമെറ്റിക് സീക്വൻസ് 6 10 14 എക്സെട്ര 42. ഓക്കെ, ഇതിലെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 6ഉം അവസാനത്തെ ടേം എന്ന് പറയുന്നത് എന്തുവാണ്? 42 ആണ്. ഇതിൽ എത്ര ടേം ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളോട് അല്ലെ. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? n = xn മൈനസ് xn എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം എത്രയാണ്? 42 മൈനസ് ഫസ്റ്റ് ടേം 6 ബൈ പൊതു വ്യത്യാസം എത്ര? 6ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 4 അല്ലേ. 4 + 1 അല്ലേ. ഓക്കെ, 42 6 കുറക്കണം അല്ലെ. 42 2 കുറച്ചാൽ 40, പിന്നെ 4 കുറക്കണം. അപ്പൊ എത്ര? 36 അല്ലെ. 36 ബൈ 4 + 1. 36നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 9 + 1. ആൻസർ എത്ര? 10 അല്ലെ. ആൻസർ എത്ര കിട്ടിയത്? 10 എന്ന് പറഞ്ഞാൽ എന്താ? ഈ സമാന്തര ശ്രേണി സമാന്തര ശ്രേണി 6 മുതൽ 42 വരെ പൊതുവ്യത്യാസം 4 ആയിട്ടുള്ള അല്ലെ, കോമൺ ഡിഫറൻസ് 4 ആയിട്ടുള്ള ഈ ശ്രേണിയിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേം ആണുള്ളത്? 10 ടേം ആണുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ 42 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? 10ാമത്തെ ടേം ആണ് നമ്മുടെ ആര്? 42 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് 5 8 11 എക്സെട്ര 62 എന്ന് പറയുന്നത് 62 അല്ലെ. ഇതിൽ എത്ര ടേം ഉണ്ട് ചെക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെയാ? n =
xn 62 മൈനസ് 5 ബൈ ഡി എത്രയാണ് ഇവിടെ 3 അല്ലേ 3 പ്ലസ് 1 62 5 മൈനസ് 62 2 മൈനസ് 60 പിന്നെ 3 മൈനസ് ചെയ്യണം അപ്പൊ എത്രയാ 57 ബൈ 3 പ്ലസ് 1 57 ബൈ 3 എന്ന് പറഞ്ഞാൽ എത്ര 19 അല്ലേ 19 പ്ലസ് 1 ആൻസർ എത്രയാണ് 20 എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര ടേം ഉണ്ട് 20 ടേം ഉണ്ട് ആ 20th ടേം ആണ് ആരെന്ന് പറയുന്നത് 62 എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ എങ്ങനെയാ നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാന്ന് മനസ്സിലായില്ലേ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യ പദവും അവസാന പദവും പൊതുവ്യത്യാസവും അറിഞ്ഞാൽ മതി ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സമാന്തര ശ്രേണിയുടെ ബീജഗണിതം അഥവാ ആൾജിബ്രിക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അതിലേക്ക് algebraic form of arithmetic sequence സമാന്തര ശ്രേണിയുടെ ബീജഗണിതം ഓക്കെ എന്താണ് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു സമാന്തര ശ്രേണി എഴുതി നേരത്തെ ചോദ്യങ്ങളിലൊക്കെ ആ സമാന്തര ശ്രേണിയിൽ ഒരു ഫസ്റ്റ് ടേം ഉണ്ടായിരുന്നു അതുപോലെ ഒരു ലാസ്റ്റ് ടേം ഉണ്ടായിരുന്നു അല്ലെ ലാസ്റ്റ് ടേമിന് അതായത് അവസാനത്തെ പദത്തെ നമ്മൾ എന്ത് പറയാ xn എന്ന് പറയാം അല്ലെ xn അവസാനത്തെ പദത്തെ നമ്മൾ xn എന്ന് പറയും ഈ ഒരു സമാന്തര ശ്രേണിയിൽ അങ്ങനെ തന്നിട്ടില്ല എങ്കിലോ അതായത് അവസാനത്തെ പദം തന്നിട്ടില്ല ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് 8 11 നെക്സ്റ്റ് 14 എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് ഇതില് അവസാനത്തെ ഒരു ടേം നമുക്ക് തന്നോ ഇല്ല അങ്ങനെ തരാത്ത സമയത്ത് നമ്മൾ എന്ത് പറയും അവസാനത്തെ ഒരു ടേമിനെ നമ്മൾ എന്ത് പറയും nth ടേം എന്ന് പറയും അത് തന്നെയാണ് xn എന്ന് പറഞ്ഞാല് nth ടേം അത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നു ബീജഗണിതം അതിൽ n ഉണ്ടല്ലോ അല്ലെ അപ്പൊ അതിനെ നമ്മൾ പറയും ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്ര അല്ലെ ബീജഗണിതം ആൾജിബ്ര എന്ന് നമ്മൾ പറയും ക്ലിയർ ആണല്ലോ ഈ അവസാനം അതിന് നമ്മൾ പറയുന്നതാണ് ലാസ്റ്റ് ടേം മനസ്സിലാവുന്നുണ്ടോ അതായത് അവസാന പദം പിന്നെ nth ടേം n-ാം പദം എന്താ പറയാ ലാസ്റ്റ് ടേം അവസാന പദം എന്ന് പറയും അതുപോലെ nth ടേം n-ാം പദം എന്ന് പറയും പിന്നെ പറയുന്നതാണ് എന്ത് ബീജഗണിതം അഥവാ ആൾജിബ്രിക് ഫോം എന്ന് പറയും ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇത് വളരെ എളുപ്പമാണ് ഒരു ചെറിയ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി അല്ലേ അപ്പൊ അത് ഏതാണ് ഇക്വേഷൻ അത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓക്കെ സോ ഒരു ചോദ്യം പറയാം write the algebraic expression of an AS 10 14 18 etc അതായത് 10 14 18 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക ബീജഗണിത രൂപം എഴുതുക എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ബീജഗണിത രൂപം എഴുതണം ഇതിന്റെ ബീജഗണിത രൂപം എഴുതാനുള്ള സമവാക്യമാണ് ശ്രദ്ധിച്ചോളൂ xn കേട്ടോ xn ആണ് നമ്മുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് dn പ്ലസ് x1 മൈനസ് d എന്ന് പറയുന്നത് എന്താ പറയാ dn പ്ലസ് x1 ഈ x1ന്റെ സ്ഥാനത്ത് f എന്ന് എഴുതലുണ്ട് കേട്ടോ f അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അത് ഫസ്റ്റ് ടേം ആദ്യ പദം f എന്ന് കൊടുക്കലുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം ഒരു പ്രശ്നവുമില്ല കേട്ടോ അപ്പൊ f മൈനസ് d എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ബീജഗണിതം അഥവാ ലാസ്റ്റ് ടേം അഥവാ nth ടേം എന്ന് പറഞ്ഞാൽ അവസാന പദം അല്ലെങ്കിൽ n-ാം പദം അല്ലെങ്കിൽ ബീജഗണിതം അല്ലേ ഈ രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ പിന്നെ ഇത് എങ്ങനെ എഴുതുക വേണമെങ്കിൽ നിങ്ങൾ ഒരു ബോക്സിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ പോകാം കേട്ടോ ഇപ്പൊ ഡി 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 എത്ര എവിടെ 4 അല്ലേ അപ്പൊ 4 n എന്ന് എഴുതുക പൊതുവ്യത്യാസം 4 അല്ലേ അത് എഴുതാം കേട്ടോ പ്ലസ് x1 എത്രയാ 10 അല്ലേ അപ്പൊ അത് കൊടുക്ക 10 മൈനസ് ഡി എത്രയാ 4 അല്ലേ അപ്പൊ 4 വീണ്ടും എഴുതുന്നു എന്താ വരിക 4n
10 4 കുറച്ചാൽ എത്രയാണ് 6 അല്ലേ? അതുപോലെ ഇത്രയും ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബീജഗണിതം അഥവാ ആൾജിബ്ര എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എഴുതിയത് ശരിയാണോ എന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യണം? പരിശോധിക്കണം അല്ലെ? എഴുതിയത് ശരിയാണോ? അതെങ്ങനെ ചെക്ക് ചെയ്യും? ഇവിടെ നോക്കൂ, ഇതെന്താ വായിക്കുക? XN എന്നല്ലേ പറയാ? XN. അപ്പൊ ഞാൻ ഈ N-ന് 1 കൊടുത്താൽ എന്താ പറയാ? X1 എന്താ? ആദ്യ പദമാണ് അല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഈ N-ന് 1 കൊടുത്താല് X1 കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് കൊടുത്തു നോക്കില്ലേ? ഇവിടെ N-ന് 1 കൊടുക്കാന്ന് പറയുമ്പോ ഇവിടെ ഒക്കെ കൊടുക്കണം കേട്ടോ. അപ്പൊ എങ്ങനെ കൊടുത്തു നോക്കുക? 4 × 1 അല്ലേ? ഇപ്പൊ 1 കൊടുത്തു നോക്കാം നമുക്ക്. 4 × 1 4n പറഞ്ഞാൽ 4 × n എന്നാണ് കേട്ടോ. അപ്പൊ N-ന് 1 കൊടുക്കുമ്പോ 4 × 1 + 6. 4 × 1 എന്ന് പറഞ്ഞാൽ 4 + 6. ആൻസർ എത്ര വരുന്നത്? 10. ശരിയാണോ? N-ന് 1 കൊടുത്താൽ X1 കിട്ടി. X1 10 ആണോ? ചെക്ക് ചെയ്ത് നോക്ക്. ശരിയല്ലേ? X1 10 അല്ലേ? ഇനി ഈ N-ന് 2 കൊടുത്താലോ? N-ന് 2, N-ന്റെ സ്ഥാനത്ത് 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുത്തു. അപ്പൊ എന്താ റീഡ് ചെയ്യാം? എന്താ വായിക്കുക? X2 എന്ന് പറയും. X2 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ പദം എന്നല്ലേ നമ്മൾ പറയാം അല്ലേ? X2 എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ പദം, X2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദമാണ്. അപ്പൊ N-ന് 2 കൊടുത്ത രണ്ടാമത്തെ പദം കിട്ടും എന്നാണ് പറയുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. എങ്ങനെയാ? നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടിയത്. അതിന് N-ന് കൊടുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ 4n എന്ന് പറയുമ്പോ 4 ഗുണിക്കണം N-ന് 2 കൊടുക്കാനാ പറഞ്ഞല്ലേ? +6. 4 × 2 8. 8 + 6 എന്ന് പറയുമ്പോൾ ഉത്തരം 14. ശരിയാണോ? N-ന് 2 കൊടുത്തപ്പോ രണ്ടാമത്തെ പദം കിട്ടുമെന്നാ നമ്മളോട് പറഞ്ഞത്. കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ എഴുതിയത് കറക്റ്റാ. നമ്മൾ എഴുതിയ ബീജഗണിതം അഥവാ ആൾജിബ്ര കറക്റ്റ് ആണ് എന്നർത്ഥം. അതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 3 കൊടുത്താൽ മൂന്നാമത്തത് കിട്ടും എന്നല്ലേ? 3 കൊടുത്തു നോക്കാം നമുക്ക്. 4 × 3 12. 12 6 എന്ന് പറയുന്നത് 18. കറക്റ്റ് ആണോ? 18 കറക്റ്റ്. അപ്പൊ ഇതിന് വേറൊരു കാര്യം കൂടി നമുക്ക് കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കുക? ഈ ബീജഗണിതം കിട്ടിയാലേ, ഇപ്പൊ എന്റെ കയ്യിൽ ബീജഗണിതം ഉണ്ട്. ഈ ബീജഗണിതം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് സമാന്തര ശ്രേണി മുഴുവൻ എഴുതാം. ഫുൾ എഴുതാം. ഒന്നാമത്തെ പദം എഴുതാം, രണ്ടാമത്തെ പദം എഴുതാം, മൂന്നാമത്തെ പദം എഴുതാം, 10ാമത്തെ എഴുതാം, 20ാമത്തെ എഴുതാം, 100ാമത്തെ ടേം, 100th എല്ലാതും എഴുതാൻ പറ്റും. ഏതറിയാമെങ്കിൽ? ബീജഗണിതം അറിയാമെങ്കിൽ. അപ്പൊ നമ്മൾ ശരിക്കും 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ എങ്ങനെ? 10th ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ പറഞ്ഞത്? X1 + 9d അല്ലെങ്കിൽ X2 + 8d എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അതൊന്നും വേണ്ട ആവശ്യമില്ല. ആരറിയാമെങ്കിൽ? ബീജഗണിതം അറിയാമെങ്കിൽ. ബീജഗണിതം അറിയാം. ബീജഗണിതം എന്ന് പറഞ്ഞാൽ ആരാ? ലാസ്റ്റ് ടേം അല്ലെ? ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം, n-ാം പദം, അവസാന പദം എന്നൊക്കെ ഇയാൾ അറിയപ്പെടും. അപ്പൊ ഇയാൾ അറിയാമെങ്കിൽ, ബീജഗണിതം അറിയാമെങ്കിൽ, സമാന്തര ശ്രേണിയുടെ ഏത് പദം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? N-ന് സ്ഥാനത്ത് വില കൊടുത്താൽ മതി. N-ന് 10 കൊടുത്താൽ 10ാമത്തെ പദം കിട്ടും. N-ന് 20 കൊടുത്താൽ 20ാമത്തെ പദം കിട്ടും. N-ന് 30 കൊടുത്താൽ 30ാമത്തെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടും. അപ്പൊ നമുക്ക് വേറൊരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം അല്ലെ? ഫൈൻഡ് ദ algebraic form of an AS with first term 8 and common difference 3. അതായത് ആദ്യ പദം 8ഉം പൊതുവ്യത്യാസം 3ഉം ആയ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അല്ലേ? ആദ്യപദം എത്രയാണ്? 8, പൊതുവ്യത്യാസം എത്രയാണ്? 3. ഇത് രണ്ടും അറിയാമെങ്കിൽ അപ്പൊ ഏതൊക്കെ അറിയണം? ബീജഗണിത രൂപം എഴുതാൻ ഏതൊക്കെ അറിയണം? ആദ്യപദം അറിയണം, പൊതുവ്യത്യാസവും അറിയണം. അപ്പോൾ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? ഇത് കണ്ടുപിടിക്കണം ആദ്യം. നമ്മൾ ബീജഗണിതം എഴുതാൻ രണ്ടും വേണം.
അപ്പൊ ബീജഗണിതം നമുക്കൊന്ന് എഴുതാം. ബീജഗണിതം എന്ന് പറയുന്നത് അവസാനത്തെ പദം xn അല്ലേ, ലാസ്റ്റ് ടേം. ആ ലാസ്റ്റ് ടേം അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് dn മൈനസ് x1 dn പ്ലസ് x1 മൈനസ് d എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതില്ലാതെ എഴുതട്ടെ, വളരെ പെട്ടെന്നാണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾക്ക് കിട്ടും. പൊതുവ്യത്യാസത്തിലാണ് ഇവിടെ 3 ആണ് അല്ലേ. അപ്പൊ 3n എന്ന് എഴുതുക. എന്നിട്ട് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറക്കുക, അത്രേ ഉള്ളൂ. ആദ്യ പദത്തിലാണ് 8, 8 3 കുറച്ച് 5, അതിവിടെ എഴുതിയാൽ മതി. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി ഇത് എഴുതാം. x1 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 3, അപ്പൊ ഉത്തരം 3n പ്ലസ് 5, 3n പ്ലസ് 5. ഇതാണ് ഈ ശ്രേണിയുടെ എന്തെന്ന് പറയുന്നത്, ബീജഗണിതം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോലെ. In an AS, the 10th term is 23 and its 15th term is 33. A question: find its common difference. B, find its first term. C, write its algebraic form. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 23ഉം 15ാം പദം 33ഉമാണ്. ആയാൽ എ ക്വസ്റ്റ്യൻ പൊതുവ്യത്യാസം എത്ര, ബി ആദ്യ പദം എത്ര, സി ബീജഗണിത രൂപം എഴുതുക. അപ്പൊ ആ ചോദ്യം നിങ്ങൾ എഴുതുക. നമുക്ക് ഇതിന് ആൻസർ ചെയ്യാം അല്ലേ, ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. എങ്ങനെയാ 10ാം പദം 23 എന്ന് എങ്ങനെ എഴുതും? 10ാം പദം 23 ഇങ്ങനെ. 15ാം പദം 33 എന്ന് എങ്ങനെ എഴുതും? 15ാം പദം 33 ഇങ്ങനെ. ഇതിൽ നിന്ന് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം ആദ്യം പദം അറിയാമെങ്കിൽ നമുക്ക് ബീജഗണിത രൂപം എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക? ഡി സമം 33 മൈനസ് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം എന്ന് പറയും, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. 33 മൈനസ് 23 ബൈ 15 മൈനസ് 10 എന്ന് പറയുന്നത് അല്ലേ. ആൻസർ എന്താ പറയുക? 33 23 കുറച്ചാൽ എത്രയാ 10 അല്ലേ, ബൈ 15 10 കുറച്ചാല് 5. ഇപ്പൊ 10 ഹരിക്കണം 5 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. 10 എത്ര 5 ഉണ്ട്? 2 അല്ലേ. ഇനി ബി എന്ന് പറയുന്നത് ആദ്യ പദം കണ്ടുപിടിക്കാൻ, ആദ്യ പദം x1 കണ്ടുപിടിക്കാൻ. ഇവിടെ 2 പദങ്ങൾ നിങ്ങൾക്ക് അറിയാം, 10ാമത്തതും അറിയാം 15ാമത്തതും അറിയാം. 10ന്ന് x1 എങ്ങനെ കണ്ടുപിടിക്കും? 10ൽ നിന്ന് x1 എങ്ങനെ കണ്ടുപിടിക്കും? 9 കുറച്ചാൽ പോരെ. അപ്പൊ 10ൽ നിന്ന് 9 കുറച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ചെയ്താണ്. 10ൽ നിന്ന് 9 ഡി കുറച്ചാൽ മതി. ഡി വേണം കേട്ടോ, ഡി പൊതുവ്യത്യാസമാണ്, സമാന്തര ശ്രേണി ആയതുകൊണ്ടാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട്. അപ്പൊ x1 കാണാൻ 10ാമത്തെ പദത്തിൽ നിന്ന് 9 ഡി കുറച്ചാൽ മതി. 10ാമത്തെ പദം 23 ആണ്, അത് ഇതിന്റെ അടിയിൽ എഴുതുക. മൈനസ് 9 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 2 അല്ലേ. ഇപ്പൊ ഈക്വൽ ടു 23 മൈനസ് 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 18. ഇപ്പൊ 23 18 കുറച്ചാൽ 5 ആണ്. അപ്പൊ 5 ആണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബീജഗണിതം xn. ഇത് dn പ്ലസ് x1 മൈനസ് ഡി എന്ന് പറയുന്ന ഇക്വേഷൻ. dn എന്ന് പറയുമ്പോൾ ഡി എത്രയാണ്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2n പ്ലസ് x1 എന്ന് പറയുന്നത് 5 മൈനസ് 2 ഈക്വൽ ടു 2n. 5ന്ന് 2 കുറച്ചാൽ എത്രയാണ്? 3 അല്ലേ. അപ്പോൾ ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ ഒരു ഡി ക്വസ്റ്റ്യൻ കൂടി ചേർക്കുക. ഫൈൻഡ് ഇറ്റ്സ് 25th ടേമോ 100th ടേമോ അങ്ങനെ പലതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ കിട്ടിയത്? 2n പ്ലസ് 3 എന്ന് പറയുന്നത് അല്ലേ. നോക്കൂ, n-ന് 10 കൊടുത്തു നോക്കൂ നിങ്ങൾ. 2 ഇൻറ്റു 10 20, 20 പ്ലസ് 3 23 ശരിയല്ലേ. 10ാമത്തെ പദം 23 അല്ലേ അല്ലേ. പിന്നെന്താ, x 15 ഇസ് ഈക്വൽ ടു 33. അപ്പൊ 15 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 15 30, 30 പ്ലസ് 3 33. ക്ലിയർ അല്ലേ. അപ്പൊ ബീജഗണിതം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാതും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. The 8th term of an AS is 12 and its 12th term
is 8. A question, find the common difference. B, find its first term. C, write its algebra. ഓക്കെ, റൈറ്റ്സ് ഇറ്റ്സ് ആൾജിബ്ര എന്ന് പറയും. നോക്കൂടെ എന്താ പറയുന്നത്, ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 12ഉം 12ാം പദം 8ഉം ആണ്. ആയാൽ പൊതുവ്യത്യാസം എത്ര, ആദ്യ പദം എത്ര, ബീജഗണിത രൂപം എഴുതുക. ഇതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? ഫസ്റ്റ് എന്താ, 8th ടേം എന്ന് പറയുന്നത് 12, 12th ടേം എന്ന് പറയുന്നത് 8 അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് -1 ആകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെയാ? D = 8 - 12 ഡിവൈഡഡ് ബൈ 12 - 8. 8ന്റെ പൊസിഷൻ 12 ആണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ 12 - 8. 8 - 12 എന്ന് പറയുമ്പോൾ -4 ആണ്. ബൈ 12 - 8 എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പൊ ആൻസർ കറക്റ്റ് ആയിട്ട് എന്ത് വരും? -1 വരും. അതെങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരിക. ദെൻ x1 കാണണം അല്ലേ? x1 കാണാൻ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീർക്കുക. 8ാമത്തെ തീർത്തു. 8ന്ന് എന്ത് കുറക്കണം? x1 കിട്ടണമെങ്കിൽ 7 കുറക്കണം. അപ്പൊ x8 - 7d, അതായത് x8 എന്ന് പറഞ്ഞാൽ 12 -7 ഗുണിക്കണം ഡിന്റെ വില എത്രയാണ്? -1 ആണ്. അപ്പൊ 12 മൈനസ് ഈ മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ അതെന്താവും? പ്ലസ് ആവും. ബാക്കി അവിടെ 7 ഉള്ളത്. അപ്പൊ 12 + 7 എന്ന് പറഞ്ഞാൽ 19 ആണ് വരുന്നത്. അപ്പൊ x1 എന്ന് പറയുന്നത് കിട്ടുന്നത് എത്രയാണ്? 19 ആണ്. ഇനി ലാസ്റ്റ് C, അതിന്റെ ബീജഗണിതം അഥവാ xn എന്നാണ് പറയാം. ഇപ്പൊ xn എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? dn + x1 - d എന്ന് പറയുന്നതാണ് xn. dn എന്ന് പറയുമ്പോൾ d എത്രയാണ്? -1 ആണ്. അപ്പൊ -1n എന്ന് പറഞ്ഞാൽ -n എന്ന് എഴുതിയാൽ മതി കേട്ടോ. പ്ലസ് x1 എന്താ? 19. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിട്ടു. ഇനി ഡിയുടെ വില എഴുതണം. ഡിയുടെ വില എന്താ? -1. അപ്പോൾ -1n എന്ന് പറഞ്ഞാൽ ആ 1 എഴുതണ്ട കേട്ടോ. അപ്പോൾ -n. ഇനി പ്ലസ് 19, ഇവിടെ രണ്ട് മൈനസ് ഇങ്ങനെ അടുത്ത് വന്നാൽ അത് എന്തായിട്ട് മാറും? പ്ലസ് ആവും. അപ്പൊ 19 + 1 എന്ന് പറയുമ്പോൾ ആൻസർ എന്താ വരിക? 20 എന്നാണ് വരിക. ഇതാണ് ഇതിന്റെ എന്ത് എന്ന് പറയുന്നത്? ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം കൂടി നിങ്ങൾക്ക് വർക്കായിട്ട് ഞാൻ തരാം. ഓക്കെ ആണല്ലോ? അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് ഇതിന്റെ ബാക്കി വരുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് തെളിയിക്കാനുള്ള, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ബീജഗണിതവുമായി ബന്ധപ്പെട്ട